അവധിക്കാലമായാൽ നമ്മുടെ മക്കൾ അയൽക്കാരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ പോകുന്നത് സ്വാഭാവികമാണ്. അവിടെ അവർക്ക് നിരവധി കളിക്കൂട്ടുകാരുണ്ടാകും. കുട്ടികൾ മറ്റു വീടുകളിലേക്ക് പോകുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇതിപ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് കേട്ടോ. നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ മക്കളെ കൊത്തിപ്പറിക്കാൻ കഴുകന്മാർ കാത്തിരിക്കുന്നുണ്ട്. മലപ്പുറം തിരൂരിൽ 15-കാരനെ ലഹരി നൽകി പീഡിപ്പിച്ചത് അയൽവാസിയായ യുവതിയാണ്. BP അങ്ങാടി സ്വദേശിനി സത്യഭാമ ഭർത്താവിൻ്റെ ഒത്താശയോടെയാണ് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ ഭർത്താവും പോലീസിൻ്റെ പിടിയിലായതോടെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. ഈ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. മലപ്പുറം തിരൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അയൽവാസികൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. അതിനാൽ തന്നെ അവൻ എല്ലാവരുടെയും വീടുകളിൽ പതിവായി പോകാറുണ്ട്. അയൽവാസികളുടെ വീടുകളിൽ നിന്ന് ഭക്ഷണവും കഴിക്കും. ഒരിക്കൽ തൊട്ട് സമീപത്തുള്ള സത്യഭാമയുടെ വീട്ടിലെത്തിയപ്പോൾ അവർ അവന് ലഹരി കലർത്തിയ ജ്യൂസ് കൊടുത്തു. ലഹരിയിൽ മയങ്ങിയപ്പോൾ 15-കാരനെ യുവതി ലൈംഗികമായി ചൂഷണം ചെയ്തു. പിന്നീട് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചു. വീട്ടുകാരുടെ പരാതിയിൽ സത്യഭാമയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതാണ്. ഇവരുടെ ഭർത്താവിൻ്റെ ഒത്താശയോടെയാണ് യുവതി കുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ ഭർത്താവ് സാബിക്കും അറസ്റ്റിലായിട്ടുണ്ട്. സ്ത്രീകളുടെ നഗ്ന വീഡിയോ എടുത്തു തരാൻ ഇയാൾ കുട്ടിയോട് ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു. തിരൂരിൽ 15 വയസ്സുള്ള വിദ്യാർത്ഥിയെ ലഹരി നൽകിയും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ച യുവതിക്ക് ഒത്താശ ചെയ്ത കേസിലാണ് ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒളിവിൽ പോയിരുന്ന തിരൂർ BP അങ്ങാടി സ്വദേശി സാബിക്കാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കുറ്റത്തിന് സാബിക്കിന്റെ ഭാര്യ പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി സത്യഭാമയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സത്യഭാമയുടെ അറസ്റ്റിന് പിന്നാലെ സാബിക് ഒളിവിൽ പോവുകയായിരുന്നു. പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിയെയാണ് സത്യഭാമ പീഡനത്തിനിരയാക്കിയത്. ഇതിന് ഭർത്താവ് സാബിക്കിന്റെ പിന്തുണയും ഒത്താശയും ഉണ്ടായിരുന്നു. ലഹരി നൽകി മൊബൈൽ ഫോണിൽ വിദ്യാർത്ഥിയുടെ അശ്ലീല ചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് ദമ്പതികൾ പീഡനത്തിനിരയാക്കിയത്. കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം കണ്ട വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് വിവരം പുറത്തായത്. ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണവും തട്ടിയെടുത്തിരുന്നു. പോക്സോ കുറ്റം ചുമത്തിയാണ് തിരൂർ പോലീസ് സത്യഭാമയെ അറസ്റ്റ് ചെയ്തിരുന്നത്. വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതായും പരാതിയുണ്ട്. സ്ത്രീകളുടെ നഗ്ന വീഡിയോ എടുത്തു തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രണയച്ചതിയിൽപ്പെട്ട് നിരവധി പെൺകുട്ടികൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ ശേഷം ചിലർ വീട്ടുജോലിക്കും മറ്റും നിൽക്കും. ചില പെൺകുട്ടികളെ ഏജന്റുമാർ സെക്സ് റാക്കറ്റ് സംഘത്തിന് വിൽക്കാറുണ്ട്. 2023 ഇങ്ങനെ പ്രണയം നടിച്ച് ബംഗാളിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന 15-കാരിയെ ഹരിയാന സ്വദേശിക്ക് വിറ്റ ഒരു കേസ് പോലീസിനെ ഏറെ വട്ടം കറക്കിയതാണ്. പെൺകുട്ടിയെ വിറ്റ കേസിൽ അസം സ്വദേശി നസീദുൽ ഷൈക്ക് അന്ന് പിടിയിലായെങ്കിലും ട്രെയിൻ യാത്രയ്ക്കിടെ പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് മുങ്ങി. പിന്നീട് 2 വർഷത്തിന് ശേഷം പ്രതി വീണ്ടും പിടിയിലായിരിക്കുന്നു. ായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് താമസിച്ചു വരികയായിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ ഇയാൾ പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഗ്ലാസ് കമ്പനിയിലെ ജീവനക്കാരനായ ഇയാൾ പെൺകുട്ടി താമസിച്ചിരുന്ന വീടിനടുത്താണ് താമസിച്ചിരുന്നത്. പെൺകുട്ടിയെ ഹരിയാനയിലെത്തിച്ച ഇയാൾ പിതാവിന് കൈമാറുകയും ഹരിയാന സ്വദേശിക്ക് 25,000 രൂപയ്ക്ക് വിൽക്കുകയുമായിരുന്നു. പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ഹരിയാനയിലെ ബുന എന്ന സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തി.
പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നസീദുർ ഷെയ്ഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ബീഹാറിൽ വെച്ച് പ്രതി രക്ഷപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ നിർത്താറായപ്പോൾ ശുചിമുറിയിൽ പോകണമെന്നാവശ്യപ്പെട്ട് വിലങ്ങഴിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. നസീദുൽ ഷെയ്ഖ്, ആസാം സ്വദേശിയായുള്ള നസീദുൽ ഷെയ്ഖ് എന്നയാളാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടുന്ന് ഒരു ടീം 2024 ഒക്ടോബറിൽ ആസാമിലേക്ക് പുറപ്പെടുകയും അവിടെ വെച്ചിട്ട് ഈ നസീദുൽ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കോഴിക്കോടേക്ക് ആസാമിൽ നിന്ന് കോഴിക്കോട് വരുന്ന വഴിക്ക് ബീഹാർ വെച്ചിട്ട് ഇവൻ ട്രെയിനിൽ വെച്ചിട്ട് ചാടി പോവുകയും ചെയ്തു. അപ്പോൾ അതിനവിടെ ബീഹാറിൽ വേറെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒളിവിലായിരുന്നു, ഇത്രയും കാലങ്ങളായിട്ട് ഒളിവിലായിരുന്നു. അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരുടെ നിരന്തരമായ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് ഈ പ്രതി ആസാമിൽ തന്നെ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ലം പോലീസ് സ്റ്റേഷനിലെ ഒരു ടീം കഴിഞ്ഞ ഏപ്രിൽ 24 ആസാമിലേക്ക് തിരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മെയ് 5 അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യും. തിരിച്ച് ഇവരെയും കൂട്ടിയിട്ട് ഇന്നലെ അവിടെ എത്തിയിട്ടുള്ളതാണ്. ഇന്ന് ഈ 1-ാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് സൈബർ സെൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത്. അസം പോലീസിന്റെ കൂടി സഹായത്തോടെയാണ് കേരളത്തിൽ നിന്നെത്തിയ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയും പിതാവും 2-ാം പ്രതിയും തന്നെ കൂട്ടബലാത്സംഗം ചെയ്തതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. ബലാത്സംഗം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന ഷൈഖിന്റെ പിതാവിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഈ നാടിൻ്റെ സ്വത്താണ്. അത് കാത്തു സൂക്ഷിക്കാൻ തോക്കുധാരികളായ സ്ഥിരം കാവൽക്കാരുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പുറത്തുമെല്ലാം CCTV ക്യാമറകളുമുണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കാണാതായത്? അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവൻ സ്വർണം കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ നഷ്ടമായ സ്വർണം തിരികെ കിട്ടി. ക്ഷേത്രത്തിനുള്ളിലെ മണൽപ്പരപ്പിൽ നിന്നാണ് സ്വർണം കണ്ടുകിട്ടിയത്. സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കണം. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രവളപ്പിലെ തന്നെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടമായത്. അസിസ്റ്റന്റ് മുതൽപ്പടി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തിരുന്നു. അസിസ്റ്റന്റ് മുതൽപ്പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് സഞ്ചിയുമായി വരികയായിരുന്നു എന്ന മൊഴിയാണ് നൽകിയത്. സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസ് ഗാർഡും തമ്മിൽ അകലം ഉണ്ടാവുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സഞ്ചിയിൽ കൊണ്ടുവരുമ്പോൾ മണലിൽ വീണു എന്നാണ് നിഗമനമെങ്കിലും മറ്റു സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നു. പോലീസ് ആ സ്ട്രോങ് റൂമിൽ വെക്കുന്ന അവിടെ ഒരു വീഴ്ച അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല. ദാറ്റ് സ്ട്രോങ് റൂം വാസ് സേഫ്. അവിടെ വെക്കുന്ന സാധനങ്ങൾ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ദെയർ വാസ് നോ ഫോഴ്സ്ഫുൾ എൻട്രി. ദെൻ ഇൻ അവർ ഇൻവെസ്റ്റിഗേഷൻ വി കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ് വിച്ച് ഇസ് സ്റ്റോളൻ ഫ്രം അപ്പാർട്ട് ഫ്രം ദിസ് സ്റ്റിക്ക് ഫ്രം ദാറ്റ് സ്ട്രോങ് റൂം. അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ സമയത്ത് we were doubtful that it was misplaced while putting inside the strong room or while taking after from the strong room from the 10th. So adante search samayatha we have used manual search method in the premises where that rod was to be kept. അതിൻ്റെ കൂടെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചു. അതേ സമയത്ത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാനുവൽ സെർച്ച് സമയത്ത് നമുക്ക് ആ സാധനങ്ങൾ കിട്ടി. CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും തുടർച്ചയായ ദിവസങ്ങളിൽ നടന്നു. പുറത്തുനിന്നുള്ള ആരും സ്വർണമെടുക്കാൻ ഇടയില്ല എന്നത് ഉറപ്പാക്കിയാണ് അന്വേഷണം പുരോഗമിച്ചത്. ക്ഷേത്രത്തിൽ നിന്ന് നേരത്തെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളതായി പരാതി ഉയർന്നിരുന്നു. ഹൈക്കോടതിയിലടക്കം കേസുകൾ ഉണ്ടാവുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവന അക്കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു.
ന്യൂസ് 18 തിരുവനന്തപുരം. ഹൈടെക് കള്ളൻ ബണ്ടി ചോറിനെ പലരും മറന്നു കാണില്ല അല്ലേ? ഉത്തരേന്ത്യയിൽ നിന്ന് വിമാനത്തിൽ കേരളത്തിലെത്തി മോഷണം നടത്തി മുങ്ങുന്ന ദേവേന്ദ്ര സിംഗ് കവർച്ചാപ്പണി നിർത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇയാളെപ്പോലെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു ബണ്ടി ചോറുണ്ട് കൊച്ചിയിൽ. മട്ടാഞ്ചേരി സ്വദേശി ബണ്ടി ചോർ എന്ന് വിളിക്കുന്ന സലീം ബീരാൻ. വീടുകളിൽ മാത്രമല്ല യാത്രക്കാരെയും കൊള്ളയടിക്കുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ ദിവസം ഫോർട്ട് കൊച്ചിയിൽ യുവാവിനെ മർദ്ദിച്ച് സ്വർണം കവർന്ന കേസിൽ സലീമും കൂട്ടാളി കുഞ്ഞുമോനും പിടിയിലായി. കഴിഞ്ഞ മാസം 20-ാം തീയതി അർദ്ധരാത്രിയിൽ കൊച്ചി മാന്ദ്ര പാലത്തിന് സമീപത്ത് വെച്ചാണ് യുവാവിന്റെ മോതിരങ്ങൾ കവർന്നത്. വാഹനത്തിൽ റോഡ് സൈഡിലിരുന്ന് മയങ്ങുന്ന സമയത്താണ് വിവാഹമോതിരവും മറ്റൊരു മോതിരവും കൊള്ളയടിച്ചത്. ഇത് തടയാൻ ശ്രമിച്ച യുവാവിനെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ച് പ്രതികൾ സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു. പിന്നീട് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കവർച്ചാ സംഘത്തെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചില്ല. പിന്നീട് സംശയമുള്ളവരുടെ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. മട്ടാഞ്ചേരി കപ്പലണ്ടിമുക്ക് സ്വദേശി ബണ്ടി ചോർ എന്ന് വിളിക്കുന്ന സലീം ബീരാൻ, കരുവേലിപ്പടി തോപ്പുംപടി സ്വദേശി കുഞ്ഞുമോൻ എന്നിവരെ പുലർച്ചെ ഫോർട്ട് കൊച്ചി പോലീസ് അവരുടെ വീടുകളിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഫോർട്ട് കൊച്ചി പോലീസ് ഇൻസ്പെക്ടർ MS ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ സാബു, ASI പ്രിൻസി KA, ASI അനിൽകുമാർ, ASI മധു VK, CPOമാരായ ഉമേഷ് ഉദയൻ, അനീഷ്, എഡ്വിൻ റോസ്, ജോൺ, സജി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായ സലീമും കുഞ്ഞുമോനും നിരവധി കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. വിദേശ ജോലി വാഗ്ദാനം നൽകി കോടികൾ തട്ടിയെടുത്ത കേസിലെ പ്രതി കാർത്തികയുടെ തട്ടിപ്പ് രീതികൾ പോലീസിനെ പോലും ഞെട്ടിച്ചതാണ്. തട്ടിപ്പ് പണം വിദേശത്ത് നിക്ഷേപിച്ചെന്നാണ് സൂചന. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ പലരിൽ നിന്നും പണം വാങ്ങിയത്. തട്ടിപ്പിൽ പ്രവാസി മലയാളിക്കും പങ്കുണ്ടെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ഇയാളെ ചോദ്യം ചെയ്താൽ കാർത്തികയുടെ വിദേശ നിക്ഷേപങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തതയുണ്ടാകും. നിലവിൽ വിദേശത്തുള്ള യുവാവും കേസിൽ പ്രതിയാകുമെന്നാണ് സൂചന. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാൻ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉടമയായ കാർത്തിക പ്രദീപിന്റെ സുഹൃത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. കാർത്തിക വഴി മാൾട്ടയിലെത്തിയ സുഹൃത്ത് പിന്നീട് തട്ടിപ്പിൽ പങ്കാളിയാവുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പാലക്കാട് സ്വദേശിയായ ഇയാളെ വിദേശത്ത് നിന്നെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് കൊച്ചി സെൻട്രൽ പോലീസിന്റെ ശ്രമം. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. 1 കോടിയിലേറെ രൂപ കാർത്തിക തട്ടിയെടുത്തുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. UK-യിൽ സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം. എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ വിവിധ ജില്ലകളിലായി 18ഓളം പരാതികളാണ് കാർത്തികയ്ക്കെതിരെ എത്തിയത്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവർ ചെയ്തു വന്നിരുന്നത്. പണം തിരികെ ചോദിച്ചവരെ കാർത്തിക ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെയും കാപ്പ കേസ് പ്രതികളെയും ഉപയോഗിച്ചിരുന്നതായാണ് പോലീസ് നൽകുന്ന വിവരം. എറണാകുളം പുല്ലേപ്പടിക്ക് സമീപത്താണ് കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസി പ്രവർത്തിച്ചു വന്നിരുന്നത്. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ പരിചയപ്പെടുത്തിയിരുന്നത്. ഓസ്ട്രേലിയ, ജർമ്മനി, UK, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തിരുന്നു. ഉദ്യോഗാർത്ഥികളിൽ നിന്നും 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത്. ഇവരുടെ കെണിയിൽ വീണവരിൽ ഏറെയും സ്ത്രീകളാണ്.
എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? ന്യൂസ് 18 കൊച്ചി. നീറ്റ് പരീക്ഷയ്ക്കായി വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയ കേസിലെ പ്രതി ഗ്രീഷ്മ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുന്നതിൽ അതിവിദഗ്ധയാണ്. നീറ്റിന് പുറമെ കീം, കുസാറ്റ്, CMC വെല്ലൂർ എന്നിവിടങ്ങളിലെ പ്രവേശന പരീക്ഷയ്ക്കായി പണമടച്ചവർക്ക് ഗ്രീഷ്മ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്നാണ് പരാതി. കണ്ണറവിള സ്വദേശി ആദർശിൽ നിന്ന് ഇങ്ങനെ 23,000 രൂപയോളം തട്ടിയെടുത്തെന്നും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ഗ്രീഷ്മയ്ക്കെതിരെ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യാജ ഹോൾ ടിക്കറ്റ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവുറം സ്വദേശിനി ഗ്രീഷ്മയ്ക്കെതിരെ തട്ടിപ്പ് നടത്തിയതിന് കൂടുതൽ പരാതികളാണ് ഉയർന്നുവരുന്നത്. കണ്ണറവിള സ്വദേശി ആദർശിൽ നിന്ന് വിവിധ പ്രവേശന പരീക്ഷകൾക്കായി 23,300 രൂപ തട്ടിയെടുത്തെന്നും ഇരുവൈക്കോണം സ്വദേശി അഭിറാമിൽ നിന്ന് ഫീസ് വാങ്ങിയ ശേഷം വിവിധ പ്രവേശന പരീക്ഷകൾക്ക് വ്യാജ ഹോൾ ടിക്കറ്റുകൾ നൽകിയെന്നുമാണ് പരാതി. JEE, നീറ്റ്, കിം, ബിറ്റസാറ്റ്, എയിംസ് തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യാനായി ആദർശിൽ നിന്ന് ഫീസ് ഇനത്തിൽ 23,300 രൂപ പലതവണയായി വാങ്ങിയെന്ന് നെയ്യാറ്റിൻകര പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അഭിറാമിൽ നിന്ന് നീറ്റ് പ്രവേശന പരീക്ഷയ്ക്ക് ഫീസ് വാങ്ങി ഗ്രീഷ്മ രജിസ്റ്റർ ചെയ്തു. എന്നാൽ അഭിറാമിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് പത്തനംതിട്ടയിൽ പിടിയിലായ ജിത്തുവിന് ഗ്രീഷ്മ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയത്. അഭിറാം നീറ്റ് പരീക്ഷ മണക്കാട് സ്കൂളിലാണ് എഴുതിയത്. ഈ രജിസ്റ്റർ നമ്പറും വിലാസവും ഉപയോഗിച്ച് പത്തനംതിട്ടയിലെ ഒരു സ്കൂളിന്റെ പേരിൽ ജിത്തുവിന് ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകുകയായിരുന്നു. അഭിറാം നീറ്റിന് അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ തന്നെ കീം പരീക്ഷയ്ക്കായി 1,600 രൂപ നൽകി രജിസ്ട്രേഷൻ നടത്തി. എന്നാൽ കീമിന് നൽകിയ ഹാൾ ടിക്കറ്റ് വ്യാജമായിരുന്നു. ഇതിനു പുറമെ വെല്ലൂർ CMCയിൽ നഴ്സിംഗ് കോഴ്സിൽ പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനും അഭിറാം 1,700 രൂപ നൽകി. ഈ പരീക്ഷയ്ക്ക് നൽകിയതും വ്യാജ ഹാൾ ടിക്കറ്റാണ്. അഭിറാമിന് ലഭിച്ച ഹാൾ ടിക്കറ്റ് വെച്ച് വെല്ലൂർ CMCയിലെ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോഴാണ് വ്യാജ ഹാൾ ടിക്കറ്റാണെന്ന് ബോധ്യമാകുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് വഴി ഇന്റഗ്രേറ്റഡ് കോഴ്സിനായി 1,650 രൂപയും ഫീസായി നൽകിയിരുന്നു. എന്നാൽ ഇതിന് അഭിറാമിന് നൽകിയ ഹാൾ ടിക്കറ്റും വ്യാജമായിരുന്നു. കുസാറ്റ് പ്രവേശന പരീക്ഷയ്ക്കായി അഭിറാം 1,500 രൂപ ഫീസ് നൽകി. എന്നാൽ അവിടെയും പ്രതി ഗ്രീഷ്മ നൽകിയത് വ്യാജ ഹാൾ ടിക്കറ്റാണ്. OBC വിഭാഗത്തിൽപ്പെടുന്ന അഭിറാമിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നുവെന്ന് രേഖപ്പെടുത്തിയ ഹാൾ ടിക്കറ്റാണ് നൽകിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതുകാരണം വിദ്യാർത്ഥിക്ക് കുസാറ്റ് പരീക്ഷ എഴുതാനായില്ലെന്നും പരാതിയിലുണ്ട്. ന്യൂസ് 18 കൊച്ചി. കോട്ടയം കറുകച്ചാലിലെ നീതുവിൻ്റെ ജീവിതം തകർത്തത് ഭർത്താവിൻ്റെ സുഹൃത്തുമായുള്ള വഴിവിട്ട ബന്ധമാണ്. അതിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വിവാഹമോചനത്തിലെത്തി. പതിയെയാണ് നീതു സുഹൃത്ത് അൻഷാദിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ മനസ്സിലാക്കിയത്. ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചതോടെ കൊലപാതകം. അൻഷാദിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതാണ് പകയ്ക്ക് കാരണമായത്. കൊല്ലുമെന്ന് അയാൾ പലതവണ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ റെന്റിനെടുത്ത ഇന്നോവ കാറിടിപ്പിച്ച് നീതുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന റെന്റ് കാർ സംവിധാനം വീണ്ടും ചർച്ചയാവുകയാണ്. കൊച്ചിയിൽ നിന്ന് 8 പേർ കൈമറിഞ്ഞ് മണിമലയിലെത്തിയ കാറാണ് കൊലപ്പെടുത്താനായി അൻഷാദ് വാടകയ്ക്കെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടിയിൽ വെച്ചാണ് കൂത്രപ്പള്ളി സ്വദേശിനി നീതുവിനെ സുഹൃത്ത് അൻഷാദ് കാർ ഇടിപ്പിച്ചു കൊന്നത്. സുഹൃത്തായിരുന്ന അൻഷാദുമായി പിണങ്ങിയതോടെ നീതു ഇയാളെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. 3 മാസം മുൻപ് നീതുവിന്റെ വാടക വീട്ടിലെത്തിയ അൻഷാദ് ബഹളമുണ്ടാക്കുകയും കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് നീതു കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയിൽ ഇനി പ്രശ്നമുണ്ടാക്കില്ലെന്ന് അൻഷാദ് ഉറപ്പും നൽകി. എന്നാൽ പിന്നീടും പലതവണ അൻഷാദ് കറുകച്ചാലിൽ എത്തിയിരുന്നു. ശല്യം രൂക്ഷമായതോടെ അച്ഛൻ രാധാകൃഷ്ണൻ നായർ സ്കൂട്ടറിലാണ് നീതുവിനെ കറുകച്ചാൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിരുന്നത്. നീതു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം മനസ്സിലാക്കിയ അൻഷാദ് കൊലപ്പെടുത്താൻ തന്നെയാണ് വാടകയ്ക്കെടുത്ത കാറുമായി എത്തിയതെന്ന് പോലീസ് പറയുന്നു. സഹായി ഇജാസിന് സംഭവങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്നും പോലീസ്.
ആദ്യം അപകട മരണമെന്നാണ് പോലീസും നാട്ടുകാരും സംശയിച്ചത്. എന്നാൽ ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ തെരച്ചിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവ സ്ഥലത്തിന് സമീപം വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് ഒരു പ്രദേശവാസി കണ്ടിരുന്നു. ഇയാളുടെ മൊഴിയും സംശയത്തിനിടയാക്കി. ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നീതുവിനെ ഇടിച്ച വാഹനം തേടിയുള്ള തെരച്ചിലാണ് പ്രതികൾ കുടുങ്ങിയത്. സംഭവശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ കടന്നുപോയ കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം അൻഷാദും സുഹൃത്ത് ഇജാസും ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ള നിറത്തിലൂടെ ഇന്നോവ കാർ കണ്ടെത്താനായി. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു. ഇതോടെ പോലീസ് സംഭവ സ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. ഇതിൽ നിന്ന് KL 52S 3224 എന്ന നമ്പർ കണ്ടെത്തി. നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിനിയുടെ പേരിലുള്ളതാണ് കാർ എന്ന് തിരിച്ചറിഞ്ഞു. വാടകയ്ക്കെടുത്ത കാർ പൊൻകുന്നം സ്വദേശിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നാണ് അൻഷാദ് കഴിഞ്ഞ ദിവസം കാർ വാടകയ്ക്കെടുത്തത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് 8 പേരെ കറുകച്ചാൽ പോലീസ് ചോദ്യം ചെയ്തതായി സൂചനയുണ്ട്. 8-ലധികം ആളുകളിൽ നിന്ന് കൈമറിഞ്ഞാണ് വാഹനം പ്രതികൾക്ക് ലഭിച്ചത്. വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ RC ഉടമയും പ്രതിയാകും. നീതുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ റെന്റ് കാർ സംവിധാനവും വീണ്ടും ചർച്ചയാവുകയാണ്. ലൈസൻസ് പോലും ഇല്ലാതെ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കായി ആസൂത്രിതമായി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കോട്ടയം. കഞ്ചാവ് കടത്താൻ ലഹരി സംഘങ്ങൾ പുതിയ രീതികളാണ് പരീക്ഷിക്കുന്നത്. അങ്കമാലിയിൽ പിടിയിലായ ഇതര സംസ്ഥാനക്കാർ സൈക്കിൾ പമ്പുകളിലാണ് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. 200 സൈക്കിൾ പമ്പുകളിലായി കുത്തി നിറച്ച് കൊണ്ടുവന്ന 24 കിലോ കഞ്ചാവ് എറണാകുളം റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് പിടികൂടി. ബംഗാൾ സ്വദേശികളായ 4 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പുതിയ രീതിയിൽ കഞ്ചാവ് കടത്താനുള്ള ശ്രമം പോലീസ് തകർത്തത് നിർണായക നീക്കത്തിലൂടെയാണ്. സൈക്കിൾ പമ്പുകളിലായി കുത്തി നിറച്ചു കൊണ്ടുവന്ന 24 കിലോ കഞ്ചാവാണ് അങ്കമാലിയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയായ റാഖിബുൽ മൊല്ല, സിറാജുൽ മുൻഷി, റാബി, സെയ്ഫുൽ ഷെയ്ഖ് എന്നിവരെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി നാട്ടിൽ വിൽപ്പന നടത്തുന്നതായിരുന്നു പ്രതികളുടെ രീതി. ജില്ലാ പോലീസ് മേധാവി M ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നൽ ജംഗ്ഷനിൽ നിന്നുമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ആദ്യമായിട്ടാണ് പമ്പുകളിൽ കഞ്ചാവ് കടത്തുന്നത് പിടികൂടുന്നത്. ഒഡീഷയിൽ നിന്ന് കിലോയ്ക്ക് 2000 രൂപ നിരക്കിൽ വാങ്ങി ഇവിടെ 10 ഇരട്ടി വിലയ്ക്ക് കച്ചവടം നടത്താനായിരുന്നു നീക്കം. അന്യസംസ്ഥാന തൊഴിലാളികളെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പന നടത്താൻ പദ്ധതിയിട്ടിരുന്നത്. പ്രതികൾ കോയമ്പത്തൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ബസ്സിൽ അങ്കമാലിയിലെത്തി. തുടർന്ന് ഓട്ടോയിൽ പോകുമ്പോഴാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. സൈക്കിൾ പമ്പ് വിൽപ്പന എന്ന രീതിയിലാണ് ഇവർ യാത്ര ചെയ്തത്. പമ്പുകളിലെല്ലാം കഞ്ചാവ് നിറച്ചിരുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലതയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നാർക്കോട്ടിക് സെൽ DYSP J ഉമേഷ് കുമാർ, ആലുവ DYSP TR രാജേഷ്, നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ സാബുജി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് 2 ഇടങ്ങളിലായി വൻ ലഹരി വേട്ട. പട്ടാമ്പിയിൽ 10 കിലോയിലധികം കഞ്ചാവ് ശേഖരം കണ്ടെത്തി. നമ്പറം റോഡിൽ ഭാരതപ്പുഴയോരത്താണ് ചാക്കിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത്. അതേസമയം മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. കെട്ടിട ഉടമ മണ്ണാർക്കാട് സ്വദേശി നൌഷാദിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം.
പട്ടാമ്പി നമ്പ്രം റോഡിൽ ഭാരതപ്പുഴയ്ക്ക് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ട ചാക്ക് നാട്ടുകാർ പരിശോധിക്കുകയായിരുന്നു. നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തിയ പരിശോധനയിലാണ് 10 കിലോ 122 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ എത്തിച്ചതാകാമെന്നാണ് നിഗമനം. കച്ചവടക്കാർക്ക് കൈമാറുന്നതിനായി കഞ്ചാവ് ശേഖരമുള്ള ചാക്ക് ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്ന രീതിയും മാഫിയ സംഘങ്ങൾക്കുള്ളതായാണ് ലഭിക്കുന്ന വിവരം. കണ്ടെത്തിയ കഞ്ചാവ് പട്ടാമ്പി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് ശേഖരം എത്തിച്ച പ്രതികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും ആനമൂളിയിലെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള പൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ 93 വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച 1,39,500 ഹാൻസ് പാക്കറ്റുകളാണ് മണ്ണാർക്കാട് SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ആനമൂളി പെട്രോൾ പമ്പിന് സമീപം ഉള്ള ഒരു പൂട്ടിക്കിടക്കുന്ന ബില്ലിൽ നിന്നും 93 ചാക്ക് ഹാൻസ് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 93 ചാക്കുകളിലായിട്ട് 1,39,500 പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ബിൽഡിംഗ് കുന്തിപ്പുഴയിലുള്ള നമ്പിയത്ത് നൌഷാദ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിംഗാണ്. ആളെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത്. മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പിയത്ത് നാണിപ്പ എന്ന നൌഷാദിന്റെ ഉടമസ്ഥതയിലാണ് കെട്ടിടം. മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 പാലക്കാട്. ദേശീയപാതകളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘം നാട്ടിൽ സജീവമാണ്. ഇങ്ങനെ കവർച്ച ചെയ്യുന്ന ബാറ്ററികൾ മറിച്ചുവിറ്റ് പണം ഉണ്ടാക്കുന്നതാണ് രീതി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാറശാലയിൽ ടിപ്പർ ലോറിയിൽ നിന്നും ബാറ്ററി കവർന്നതായി പരാതി. ടെസ്റ്റിനായി പണികൾ പൂർത്തീകരിച്ച ശേഷം പുതിയതായി സ്ഥാപിച്ച ബാറ്ററിയാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ ടിപ്പർ ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാറശാല പരശുവയ്ക്കൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ ബാറ്ററിയാണ് മോഷണം പോയത്. ടിപ്പറിന്റെ വെഹിക്കിൾ ടെസ്റ്റിനായി പണികൾ പൂർത്തിയാക്കി റോഡ് വശത്ത് ഒതുക്കിയിട്ടിരിക്കുമ്പോഴായിരുന്നു കവർച്ച. പതിവ് പോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ബാറ്ററി മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടത്. പരശുവയ്ക്കൽ മേലേക്കോണം സ്വദേശിയും ടിപ്പറിന്റെ ഡ്രൈവറുമായ ലെനിൽ ബാറ്ററി നഷ്ടപ്പെട്ടതായി ചൂണ്ടിക്കാട്ടി പാറശാല പോലീസിൽ പരാതി നൽകി. ഏകദേശം 20,000-ലധികം രൂപ വില വരുന്ന ബാറ്ററിയാണ് നഷ്ടപ്പെട്ടത്. ബാറ്ററി കവർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും പാറശാല പോലീസ് വ്യക്തമാക്കി. ദേശീയപാതകളിൽ നിർത്തിയിട്ടിരിക്കുന്ന അന്തർ സംസ്ഥാന ചരക്ക് വാഹനങ്ങളിൽ നിന്ന് ഡീസൽ കവരുന്നതും പതിവ് രീതിയാണ്. ഇത്തരത്തിൽ ഡീസൽ കവരുന്ന സംഘത്തിലെ ഒരാളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിടികൂടിയിരുന്നു. ന്യൂസ് 18 പാറശാല. ലഹരി കേസുകളിലെ പ്രതികൾക്ക് പോലീസിന്റെ കണ്ണു വെട്ടിച്ചു മുങ്ങാൻ വല്ലാത്തൊരു വിരുദാണ്. ചിലർ പോലീസിനെ ആക്രമിച്ചാകും രക്ഷപ്പെടുക. എന്നാൽ മലപ്പുറം നിലമ്പൂരിൽ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് മമ്പാട് സ്വദേശി റിയാസ് ബാബു ഓടി രക്ഷപ്പെട്ടത്. 310 ഗ്രാം മെത്തഫെറ്റമിൻ പിടികൂടിയ കേസിലെ പ്രതിയാണ് റിയാസ്. സഹോദരന്റെ മകനൊപ്പം ലഹരി കടത്തിക്കൊണ്ടുവരുമ്പോഴാണ് രണ്ടുപേരും കസ്റ്റഡിയിലായത്. അതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച റിയാസിനെ നിലമ്പൂർ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിയാസ് ബാബു ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. വാഹന പരിശോധനയ്ക്കിടെയാണ് സഹോദരന്റെ മകനായ മുഹമ്മദ് ഷിബിലിന്റെ കൂടെ റിയാസ് ബാബുവിനെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 310 ഗ്രാം മെത്താഫിറ്റമിനും പിടിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് കസ്റ്റഡിയിൽ നിന്നും റിയാസ് ബാബു രക്ഷപ്പെട്ടത്. ഏറെ വൈകാതെ റിയാസ് ബാബുവിനെയും പോലീസ് പിടികൂടി. പിടിച്ചെടുത്ത മെത്താഫിറ്റമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മണൽക്കടത്ത് കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു.
മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെറ്റാഫിറ്റമിൻ പിടികൂടുന്നത് ആദ്യമായാണ്. വിപണിയിൽ ഏകദേശം 10 ലക്ഷം രൂപ വിലമതിക്കുന്ന മെറ്റാഫിറ്റമിനാണ് നിലമ്പൂർ പോലീസ് പിടികൂടിയത്. നിലമ്പൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം ഓയൂർ സ്വദേശി ജമാൽ നാട്ടിലെ മികച്ച കർഷകനാണ്. ഇയാളുടെ വീട്ടുവളപ്പിൽ ഒട്ടേറെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ജമാൽ കഞ്ചാവ് ചെടിയും വളർത്തിയിരുന്നു. ഈ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം ലഭിച്ചതോടെ ജമാലിന് പിടിവീണു. ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ലഹരി കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് കർഷകനായി ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും കൂടുതൽ വരുമാനത്തിനായി പഴയ പണിയിലേക്ക് തിരിയുകയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായിരുന്നു ജമാലുദ്ദീൻ. എന്നാൽ എല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞു വരവെയാണ് ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് കഞ്ചാവ് ചെടി പിടികൂടുന്നത്. കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പൂയപ്പള്ളി SI രജനീഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇയാൾ നട്ടുവളർത്തിയിരുന്ന കഞ്ചാവ് ചെടി പിടികൂടുകയായിരുന്നു. 160 സെന്റിമീറ്റർ ഉയരത്തിൽ വരെയാണ് ജമാലുദ്ദീൻ കഞ്ചാവ് ചെടി വളർത്തിയെടുത്തത്. കൊട്ടാരക്കര DYSP ബൈജുകുമാറിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയ പോലീസ് കഞ്ചാവ് ചെടിയും പ്രതിയെയും കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരു സിനിമാ താരമോ സെലിബ്രിറ്റിയോ ലഹരി ഉപയോഗിച്ചാൽ അത് ഈ നാട്ടിലെ ഒട്ടേറെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാറുണ്ട്. നടീനടന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്താണ് പ്രശ്നമെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ലഹരിയുടെ അപകടം തിരിച്ചറിയണമെങ്കിൽ നടൻ ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ചാൽ മതി. അയാൾ ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിലുണ്ട്. ഒപ്പം നിരവധി കേസുകളും. മലയാള സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചതോടെ പോലീസിനും എക്സൈസിനും പുറമെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും രംഗത്തെത്തിയിരിക്കുന്നു. ലഹരിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സിനിമാ സംഘടനകളുമായുള്ള യോഗത്തിൽ NCB വ്യക്തമാക്കി. പോലീസും എക്സൈസും ഇടപെടുന്നത് പോലെ ആവില്ല. കുറഞ്ഞ അളവേ ഉള്ളൂ. ഊരിപ്പോരാം എന്നൊന്നും കരുതുകയും വേണ്ട. ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തുകൊള്ളാം, നിങ്ങൾ സഹകരിച്ചാൽ മതി. മലയാള സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വിളിച്ചു ചേർത്ത സിനിമാ സംഘടനകളുടെ യോഗത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ നൽകിയ മുന്നറിയിപ്പാണിത്. രാജ്യവ്യാപകമായി സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെന്നും കേന്ദ്ര ഏജൻസി വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിലും തങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുമെന്നും അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിലിം ചേംബർ, മാക്ട സംഘടനകളുടെ ഭാരവാഹികളോട് NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഉണ്ടാകില്ലെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണമെന്ന കാര്യവും NCB മുന്നോട്ട് വച്ചു. സിനിമാ സെറ്റുകളിൽ നിന്ന് ലഹരി ഉപയോഗം ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംഘടനാ ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസും പോലീസും പിടിക്കുന്നത് പോലെ ആവില്ല തങ്ങൾ കേസെടുക്കുക. എത്ര ചെറിയ അളവിൽ ലഹരി പിടിച്ചാലും പ്രത്യാഘാതം ശക്തമായിരിക്കും. അത്തരം സാഹചര്യം ഒഴിവാക്കാൻ സിനിമാ സംഘടനകളുടെ ഭാരവാഹികൾ സഹകരിക്കണം. NCB ഇടപെട്ട് കേസെടുത്താൽ അത് മലയാള ചലച്ചിത്ര മേഖലയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കാമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിവരം നൽകാൻ ഷൂട്ടിംഗ് സെറ്റുകളിൽ NCBയുടെ നമ്പർ പ്രദർശിപ്പിക്കണമെന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച് ഫെഫ്ക എക്സൈസുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളെ NCB ചർച്ചയ്ക്ക് വിളിച്ചത്. ന്യൂസ് 18 കൊച്ചി. എനിക്ക് പാകിസ്ഥാനിലും കശ്മീരിലും സുഹൃത്തുക്കളുണ്ട്. ഇവിടെ 10 പേരെ കൊന്നു, അവിടെയും 10 പേരെ കൊന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ? അതെനിക്കറിയില്ല.
യുവനടി മെറീന മൈക്കിളിൻ്റെ ഈ വാക്കുകൾ വലിയ വിവാദമായിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിനിടെ ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നടി പുലിവാലി പിടിച്ചിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി മെറീന തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. തൃപ്രയാറിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് നടിയോട് അഭിപ്രായം ചോദിച്ചത്. അപ്പോഴുള്ള നടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. എനിക്കൊരുപാട് പാകിസ്ഥാനി കശ്മീരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആണ്, നല്ല സുഹൃത്തുക്കളാണ്, നല്ല മനുഷ്യന്മാരാണ്. മൊത്തത്തിലൊരു രാജ്യത്തോടൊരു എതിർപ്പുള്ളത് പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് എന്നായിരുന്നു നടിയുടെ പ്രതികരണം. പിന്നാലെ നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഞാനും വായിച്ചോളേക്കും നമ്മളവിടെ ക്യാമ്പിലെന്തോ ടെററിസ്റ്റ് ക്യാമ്പിലെന്തോ തിരിച്ച് ഫയർ ചെയ്തു. പക്ഷെ പൊതുവെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ 10 പേരെ കൊന്നിട്ട് അവിടെ പോയി 10 പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈകുന്നേരം പോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴിതാ തന്റെ വാക്കുകൾ വിമർശനത്തിനിടയാക്കാൻ കാരണമായെങ്കിൽ അതിന് പിന്നിൽ ചില ക്ലാരിറ്റി കുറവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് മെറീന. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് സിവിലിയൻസിനെയാണ്. അപ്പോൾ ചിലർ പറയുന്നു അവിടെ 10 പേരെ കൊന്നത് ടെററിസ്റ്റുകളെ അല്ലേ എന്ന്. അതെ, ടെററിസ്റ്റിനെയാണ്. ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയല്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 2, ചെയ്തത് മോശമാണെന്നും ഞാൻ ഇന്ത്യക്കെതിരാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. 3-മത്തേത്, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അവരുടെ മതവും രാജ്യവും ഒന്നും നോക്കിയല്ല സംസാരിക്കുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സാധനമാണ്. നമ്മുടെ രാജ്യം തിരിച്ചറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ രാജ്യം പവർഫുൾ ആണെന്ന് മറ്റു രാജ്യങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. യുദ്ധം അത്ര ഈസിയല്ല എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ നടി പറഞ്ഞു വെക്കുന്നത്. ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മളുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതും ഭയങ്കര എവിഡന്റ് ആണ്. ബട്ട് വാട്ട് ഐ എം ആസ്കിങ് ഇസ്, ഇപ്പൊ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി അവർ നമ്മളുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത്. അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി എന്താ പറയുക യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നടിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് കുഴൽപ്പണക്കടത്ത് വീണ്ടും സജീവമാവുകയാണ്. കൊണ്ടോട്ടിയിൽ 1,91 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടികൂടി. മങ്കട സ്വദേശി ആരിഫ്, മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് ഖലീഫ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത തുകയുടെ ഉറവിടത്തെക്കുറിച്ചും ഇതെവിടേക്ക് എത്തിക്കാനാണ് കൊണ്ടുവന്നതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന 1,91,48,000 രൂപയുമായിട്ടാണ് 2 പേരെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത്. മലപ്പുറം മങ്കട പനങ്ങാങ്ങര സ്വദേശി പൂളക്കൽ തസ്ലീം ആരിഫ്, മലപ്പുറം മുണ്ടുപറമ്പ് വടക്കീടൻ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് പിടിയിലായത്. കൊണ്ടോട്ടി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ സീറ്റിനോട് ചേർന്ന് നിർമ്മിച്ച 3 രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. രേഖകളില്ലാത്ത പണമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. പിടിച്ചെടുത്ത പണവും വാഹനവും കോടതിക്ക് കൈമാറുമെന്ന് പോലീസ് വ്യക്തമാക്കി.
സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. വൻ തുകയുടെ ഉറവിടത്തെക്കുറിച്ചും ഇത് എവിടേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മലപ്പുറം കേന്ദ്രീകരിച്ച് കുഴൽപ്പണ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായി പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്ര വലിയ തുകയുമായി രണ്ടുപേർ പിടിയിലാകുന്നത്. ന്യൂസ് 18 മലപ്പുറം. പ്രണയം മറച്ചുവെച്ച് വിവാഹം കഴിക്കുന്ന യുവതി യുവാക്കൾ എത്രയോ പേരുടെ ജീവിതവും സ്വപ്നങ്ങളുമാണ് തകർക്കുന്നത്. മലപ്പുറത്ത് ഇങ്ങനെ ചതിക്കപ്പെട്ട ഒരു യുവാവുണ്ട്. ഒരാഴ്ച മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. പിന്നീട് ബന്ധുവീടുകളിൽ വിവാഹ വിരുന്നിന് പോകുന്ന സമയം, കഴിഞ്ഞ ദിവസം വിവാഹ വിരുന്ന് കഴിഞ്ഞ് മടങ്ങവേ ഭർത്താവിനെ പെരുവഴിയിലാക്കി മുങ്ങിയ യുവതിയെ കണ്ടെത്തിയത് കാമുകൻ്റെ വീട്ടിൽ നിന്നാണ്. വിരുന്ന് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പുത്തരിക്കലിൽ വെച്ച് സുഹൃത്തിനെ കാണണമെന്ന് പറഞ്ഞ് 21-കാരി കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. പുറത്തിറങ്ങിയ യുവതി ഏറെ നേരം കാത്തുനിന്നിട്ടും തിരിച്ചു വന്നില്ല. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഭാര്യ ഒളിച്ചോടിയ വിവരം യുവാവ് അറിഞ്ഞത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ താനൂർ സ്വദേശിയായ ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും യുവതിയെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കി. യുവതിയുടെ ആവശ്യം പരിഗണിച്ച കോടതി ആൺ സുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ അനുവദിച്ചു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണീർ വീഴ്ത്തി സുഖമായി ജീവിക്കാൻ അവൾക്ക് കഴിയുമോ എന്ന് കാലം തെളിയിക്കട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.